ഹലോ ഹായ്, ഞാൻ ഷീബ. എല്ലാ കൂട്ടുകാർക്കും ഷീബാറസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും പൊതുവേ യൂസ് ചെയ്യുന്ന മലയാളികൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങ് വർഗ്ഗ ചെടീനെ വീഡിയോനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ചെടി ഏതാണെന്ന് അറിയില്ലേ, നമ്മളെ ചേമ്പാണ് കേട്ടോ. ചേമ്പ് കുറച്ച് വെറൈറ്റി ഉണ്ടായില്ല, ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഷേവയുടെ കൂട്ടുകാരെ, നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് ഈ ജയൻറ്റ് ടാരോ എന്നാണ്. വലിയ ചേമ്പ് നമ്മൾ അറിയപ്പെടുന്ന ചേമ്പാണ്. നല്ല സൈസാണ് ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ. ജയൻറ്റ് എലിഫൻ്റ് ഇയർ എന്നൊക്കെ പേരുണ്ട്. ഇത് നമ്മളെ ചേമ്പും ചേനയൊക്കെ വരുന്ന അരേഷ്യ എന്ന് പറഞ്ഞ കുടുംബത്തിലുള്ളതാണ്. അരേഷ്യ കുടുംബത്തിലെ ഒരു വലിയ ഇനം ചേമ്പാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രത്യേകത നോക്കാം. ഇതാ സംഗതി വളരെ വലുതാണ്. പൂക്കളുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വലിയ ചേമ്പിൻ്റെ പൂക്കൾ അധികം ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. കാണാം, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല രസഭരിതം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം നിറഞ്ഞ പോലത്തെ തണ്ടാണ്, കനത്ത തണ്ടുകളാണ്. എല്ലാം കാണാം. നല്ലൊരു കൂട്ടുണ്ട്. എന്താ, തെങ്ങിൻ്റെ തണ്ട് വെച്ച് നോക്കുമ്പോൾ അതിന് വലുപ്പം കാണാം. ഷേബത അവിടെ ഒളിച്ചിരിപ്പുണ്ട്. നല്ല സൈസ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. മുകളിൽ ഹൈറ്റുള്ള തണ്ടുകളാണ് ഇതിനുള്ളത്. ഈ വലിയ ചേമ്പ് ഉൾപ്പെടുന്ന അരേഷ്യ ഫാമിലീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള അതിൻ്റെ പൂക്കൊല ആണ് ഈ കാണുന്നത്. ഈ പൂക്കൊലക്കുള്ള പ്രത്യേകത ശ്രദ്ധിച്ചത് ഇത് കണ്ട, ഒരു പൂക്കൾ ഉണ്ടാകുന്ന തണ്ടിന് ചുറ്റും ഇതുപോലെ ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാകും കവർ ചെയ്തുകൊണ്ട്. ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് തന്നെയാണ് നമ്മളെ തെങ്ങൊക്കെ ഉൾപ്പെടുന്ന പന വിഭാഗത്തിൻ്റെ പൂക്കളും ഉണ്ടായിട്ടുള്ളത്. ആ പനയുള്ള വിഭാഗത്തിൽ തെങ്ങിലൊക്കെ ഈ തണ്ടിൽ നിന്ന് കുറേ ബ്രാഞ്ചുകളുണ്ടാവും, അതിൽ തേങ്ങ ഉണ്ടാവും. പക്ഷെ ഒരിനം തെങ്ങിൽ ഇത് ബ്രാഞ്ചില്ലാത്തതിന് തേങ്ങ ഉണ്ടാവാറുണ്ട് കേട്ടോ. ബാക്കി ഈ ഭാഗമാണ് നമ്മളെ കുതുമ്പക്കായി മാറുന്നത്. എന്തായാലും ഈ ഒരു സ്ട്രക്ചറിലുള്ള പൂക്കളുള്ളതാണ് അരേഷ്യ. ഈ ചേമ്പിനോ ചേനക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് വരിക. ഈ ഒരു വലിയ ഇനം പച്ച ചേമ്പിന് ലൂക്കോക്കേഷ്യ ജൈജാൻറ്റിയ എന്നാണ് പറയാം. വലുത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഇന്ത്യൻ ടാരോ, ജയൻറ്റ് എലിഫൻ്റ് ഇയർ എന്നൊക്കെ പേരുണ്ട്. അപ്പം എൻ്റെ ഫാമിലി അരേഷ്യ, സാധാരണ കൊളക്കേഷ്യ എന്ന് പറയും. എന്തായാലും എക്സാക്ട്ലി സയൻറ്റിഫിക്കലി ലൂക്കോക്കേഷ്യ ജൈജാൻറ്റിയ. ഇത് അല്ലാതെ നമ്മളെ ചെറുചേമ്പുണ്ട്. ചെറുചേമ്പ് കൊളക്കേഷ്യ എസ്കുലൻ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റീസൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ രക്തത്തിൽ കൊളസ്ട്രോൾ കുറക്കും, അതുപോലെ എളുപ്പം ദഹിക്കുന്ന അന്നജമാണ്, പിന്നെ കുടലിന് നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇത് നമ്മൾ ഈ കിഴങ്ങ് മാത്രമല്ല കേട്ടോ. കിഴങ്ങ് ഇതിന് താഴെയാണല്ലോ ഉണ്ടാവുക, എല്ലാവർക്കും അറിയാം. ഇതിന് താഴെയാണ് ഉണ്ടാവുക. കിഴങ്ങ് മാത്രമല്ല, അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ആ എല്ലാ തരത്തിലുള്ള ഗുണങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ വിറ്റാമിൻ ഇ, പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ പൊട്ടാസ്യം, നല്ലോണം ഫൈബർ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇല വളരെ നല്ലതാണ്. ഇലയും തണ്ടും ചെറിയ കൂട്ടാന പോലൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നത്. പിന്നെ അതുപോലെ മുടി വളർച്ചയ്ക്കുള്ള ഫോളേറ്റുകൾ, ഇരുമ്പും ഒക്കെ അതിനകത്തുണ്ട് നമ്മൾ കിഴങ്ങിലൊക്കെ. അപ്പോൾ മൊത്തത്തിൽ മനുഷ്യാരോഗ്യത്തിന് വളരെ നല്ലതായ ഒന്നാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറക്കുന്നത് കൃത്യമായിട്ട് പറയാറുണ്ട്. ഇതിൻ്റെ ഇലകൾക്കുള്ള പ്രത്യേകത അറിയാലോ, വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് കൊഴിഞ്ഞങ്ങ് പോകും. നല്ല വെള്ളം ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണിത് നന്നായിട്ട് വളരുക. ചേമ്പ് നമ്മൾ സാധനം വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ട് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അത് അതിനകത്ത് കിഴങ്ങ് നന്നായിട്ട് വളർന്നു വരിക. പിന്നെ പൂക്കൾ സാധാരണ ഈ വലിയ ചേമ്പിനിങ്ങനെ പൂക്കളുണ്ടായി കാണുന്നത് വളരെ അപൂർവമാണ്. ഇതിൻ്റെ ഇലയുടെ വലുപ്പം കാണാം. നമ്മുടെ കയ്യച്ച അടുത്ത് സാധ്യത അടുത്തോട്ട് കണ്ടോ. ഇലകൾ തന്നെ വളരെ വലുതാണ്. അതേ വർഗം ചേമ്പിന്റെ നമ്മളെ കുട്ടികളാണ് ഈ കാണുന്നത്. ഓക്കെ, അതെ. ഇത് ചെറുതാണ്. ഇത് നമ്മളെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചേമ്പ് ഇതിൻ്റെ ചെറിയ പീസുകളൊക്കെ പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഓരോ ചീനം ചേമ്പുകളെ കുറിച്ചുള്ള എന്തെങ്കിലും ചരിത്രപരമായ രസകരമായ പ്രത്യേകതകൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ ചേമ്പിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സ്. ഒന്ന്, മനുഷ്യന് വളരെ ആദ്യം മനുഷ്യനാൽ കൃഷി ചെയ്യപ്പെട്ട ചെടികളിൽ ഒന്നാണ്. നമ്മൾ നെല്ലും ഗോതമ്പൊക്കെ ചെയ്യുന്നിടത്തോളം തന്നെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ചേമ്പ്.
ആ ചേമ്പിൻ്റെ കൃഷി വളരെ നേരത്തെ മനുഷ്യൻ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ചേമ്പിന് ഏറ്റവും പ്രാധാന്യമുള്ള ടാരോ എന്നൊരു പേര് ആണ് കോമൺ ആയിട്ട് ഇൻ്റർനാഷണലി പറയാം. ടാരോ പല ഇനങ്ങളുണ്ട് നമുക്കറിയാം. ഇതിൽ തന്നെ കലേഡിയം എന്നൊക്കെ പറഞ്ഞുള്ള വളരെ ഭംഗിയുള്ള ഓർണമെൻ്റൽ സ്പീഷീസുകളുണ്ട്. നല്ല വലിയ കലേഡിയങ്ങളൊക്കെ നല്ല സ്പോട്ടുകളിൽ വെച്ച് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നല്ല ഓർണമെൻ്റലെ വെറൈറ്റി നല്ല ഡെക്കറേഷൻ കിട്ടാവുന്ന വിധത്തിൽ നല്ല കോർണറുകളിലൊക്കെ വെച്ച് കാണാൻ പറ്റും. ഇനി രഹസ്യമായിട്ട് ഇതിൽ പറയാൻ പറ്റുന്ന ഏറ്റവും കാര്യം, ഇതിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് മനുഷ്യവർഗ്ഗങ്ങളിൽ ഒന്ന് നമ്മൾ പോളിനേഷ്യ, മൈക്രോനേഷ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പസഫിക് ഐലൻഡുകളിലെ ദ്വീപുകളിലെ മനുഷ്യർ, അവർ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി ഉദാഹരണം ഹവായ്, അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള ഐലൻഡുകൾ, ഹവായ് തൊട്ടിട്ട് ഇങ്ങോട്ട് ഉള്ള ഒരുപാട് ഐലൻഡുകൾ, ഈവൻ മഡഗാസ്കർ വരെ എത്തും. അപ്പോൾ ഈ പ്രത്യേകിച്ചും പസഫിക് സമുദ്രത്തിലെ ഐലൻഡുകൾ മനുഷ്യൻ കോളനൈസ് ചെയ്തപ്പോൾ, കോളനി ഏഷ്യയിൽ നിന്നൊക്കെ എത്തിയിട്ട് ആളുകൾ അവിടെ മനുഷ്യവാസം തുടങ്ങിയപ്പോൾ മനുഷ്യർ അന്ന് തൊട്ട് അവരുടെ ജീവിതത്തിൻ്റെ അഭേദ്യമായ ബന്ധമുള്ള ഒരു ചെടിയാണ് നമ്മുടെ ചേമ്പ്. അതുപോലെ പന്നി, അതുപോലെ തേങ്ങ, ഈ മൂന്നും അവരുടെ ജീവിതത്തിൻ്റെ അഭേദ്യമായ ഭാഗമായിട്ടുള്ള കൃഷികളായിരുന്നു. തെങ്ങ് ഐലൻഡുകളിൽ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല, താനേ ഉണ്ടാവും. ബാക്കി ഇവർ എന്നാലും ഓരോ ഐലൻഡിൽ നിന്നും മറ്റൊരു ഐലൻഡിൽ പോകുമ്പോൾ നല്ല ഇനം തെങ്ങിൻ്റെ ഇനങ്ങൾ കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും അങ്ങനെ ചേമ്പ് വളരെ വ്യാപകമായി ഈ നാടുകളിൽ കൃഷി ചെയ്യും. അവരുടെ ജീവിതത്തിലെ എല്ലാ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ടാരോ. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാളും ചേമ്പിനോട് അവരുടെ കൃഷിയുടെയും അവരുടെ ജീവിതത്തിൻ്റെയും വളരെ അടുത്ത ബന്ധമുള്ള ചെടിയാണ് മറ്റു പല മനുഷ്യവർഗ്ഗങ്ങൾക്കും നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ പസഫിക് ഐലൻഡുകളിലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് നമുക്ക് ചേമ്പിനെ കുറിച്ച് പറയാൻ പറ്റും. അത് നിങ്ങൾ പസഫിക് ഐലൻഡ്സ് അല്ലെങ്കിൽ മൈക്രോനേഷ്യൻ പീപ്പിൾ, പോളിനേഷ്യൻ പീപ്പിൾ, മെലനേഷ്യൻ പീപ്പിൾ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ, അതായത് നെറ്റിൽ തിരഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ കിടിലും വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. ചാനൽ ടേക്ക് കെയർ. താങ്ക് യു. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.